തിരുവചനം തിരുവചനം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 35 മുതലുള്ള തിരുവചനങ്ങൾ. അവൻ ജെറീക്കോയെ സമീപിച്ചപ്പോൾ ഒരു കുരുടൻ വഴിയരികിലിരുന്ന് ഭിക്ഷ യാചിക്കുന്നുണ്ടായിരുന്നു. ജനക്കൂട്ടം കടന്നു പോകുന്ന ശബ്ദം കേട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അവൻ അന്വേഷിച്ചു. നസറായനായ യേശു കടന്നു പോകുന്നു എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. മുമ്പേ പോയിക്കൊണ്ടിരുന്നവർ നിശബ്ദനായിരിക്കാൻ പറഞ്ഞ് അവനെ ശകാരിച്ചു. അവനാകട്ടെ കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചു, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ. യേശു അവിടെ നിന്നു അവനെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ കൽപ്പിച്ചു. അവൻ അടുത്തു വന്നപ്പോൾ യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. യേശു പറഞ്ഞു, നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോയി. ഇത് കണ്ട് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചു. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഒരു അന്ധനായ മനുഷ്യൻ ദൈവത്തിൻ്റെ മുമ്പിൽ, യേശുവിൻ്റെ മുമ്പിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ച് സൗഖ്യം സ്വീകരിച്ച സുവിശേഷ ഭാഗമാണ് നമ്മൾ വായിച്ച് കേട്ടത്. ദൈവത്തിനു മുമ്പിൽ നിലവിളിച്ചുള്ള പ്രാർത്ഥന, വിളിച്ചപേക്ഷിച്ചുള്ള പ്രാർത്ഥനയ്ക്ക് വലിയ വിലയുണ്ട്. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 27-ാം അധ്യായം 7-ാം തിരുവചനം. കർത്താവേ, ഞാൻ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കണമേ, കാരുണ്യപൂർവ്വം എനിക്ക് ഉത്തരമരുളണമേ. സങ്കീർത്തനം 27:7. കർത്താവേ, ഞാൻ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കണമേ, കാരുണ്യപൂർവ്വം എനിക്ക് ഉത്തരമരുളണമേ. തിരുവചനം പറയുകയാണ്, ഞാൻ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കണമേ. ഇതാ ഇവിടെ ഈ അന്ധനായ മനുഷ്യൻ ഉച്ചത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് യേശു അവിടെ നിൽക്കുന്നു. യേശു അവനെ വിളിക്കുന്നു. നിനക്ക് എന്താണ് ആവശ്യമെന്ന് ചോദിക്കുന്നു. അവൻ സൗഖ്യം വേണമെന്ന് ആവശ്യപ്പെടുന്നു. അവൻ സൗഖ്യം സ്വീകരിച്ചവനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി യേശുവിൻ്റെ പിന്നാലെ പോകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിലവിളിച്ച് ഉച്ചത്തിൽ പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഞാൻ ഒരു സംഭവം ഓർക്കുന്നത്, കെനിയയിലായിരുന്നപ്പോൾ ഒരു യുവാവ്, യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരു യുവാവ് എന്ന് ചോദിച്ച സംശയമാണ്, എന്തിനാണ് നിങ്ങളിങ്ങനെ ബഹളം വെച്ച് പ്രാർത്ഥിക്കുന്നത്? നിശബ്ദതയിൽ പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കൂലേ? അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പെട്ടെന്ന് പറഞ്ഞു, ശരിയാണ്, നിശബ്ദതയിൽ പ്രാർത്ഥിക്കാം, പല രീതിയിലുള്ള പ്രാർത്ഥനയുണ്ടല്ലോ. അപ്പോൾ നിശബ്ദതയിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്, വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. നമ്മൾ ആരെയും വിധിക്കാനായിട്ട് ആരുമല്ലല്ലോ എന്ന് പറഞ്ഞു. എങ്കിലും അദ്ദേഹം പറയുകയാണ്, ഈ കരിസ്മാറ്റിക് പ്രാർത്ഥനക്കാർ അല്ലെങ്കിൽ ധ്യാന കേന്ദ്രങ്ങളിൽ, ഈ കൂട്ടായ്മയിലൊക്കെ ഇങ്ങനെ എന്തിനാണ് ഇത്ര ഒച്ചയെടുത്ത് പ്രാർത്ഥിക്കുന്നത് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയുള്ള ചില വചനഭാഗങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ അദ്ദേഹം തിരിച്ചു പോയി. പിന്നീട് ഞാനും അത് ഓർത്തത് ശരിയാണല്ലോ, അദ്ദേഹം ചോദിച്ചൊരു കാര്യമുണ്ടല്ലോ എന്ന് ഓർത്തു. അങ്ങനെ ബൈബിൾ തുറന്നപ്പോൾ ഒരു വചനം എന്നെ സ്പർശിച്ചു. വചനം ഇതാണ്, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 51-ാം അധ്യായം 15-ാം തിരുവചനം. കർത്താവേ, എൻ്റെ അധരങ്ങളെ തുറക്കണമേ, എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും. സങ്കീർത്തകൻ പറയുകയാണ്, കർത്താവേ, എൻ്റെ അധരങ്ങളെ തുറക്കണമേ, എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും. ഞാൻ അപ്പോൾ ഓർത്തു, എല്ലാ ദിവസവും സന്യസ്തർ അവരുടെ കാനന നമസ്കാര പ്രാർത്ഥന ആരംഭിക്കുന്നതിന് എങ്ങനെയാണ്? ലോർഡ്, ഓപ്പൺ മൈ ലിപ്സ് ആൻഡ് മൈ മൗത്ത് ഷാൽ പ്രൊക്ലെയിം യുവർ പ്രൈസ്. ദൈവമേ, എൻ്റെ അധരങ്ങളെ തുറക്കണമേ, എൻ്റെ നാവ് നിൻ്റെ സ്തുതികൾ ആലപിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ വിളിച്ചപേക്ഷിച്ചുള്ള പ്രാർത്ഥനയ്ക്ക് വലിയ അർത്ഥമുണ്ട്, വലിയ വിലയുണ്ട്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 57-ാം അധ്യായം 2-ാം തിരുവചനം. സങ്കീർത്തനങ്ങൾ 57:2. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ.
ഞാൻ ഓർക്കുന്നൊരു സംഭവം കെനിയയിലെ സംഭവം തന്നെയാണ്. ഇത് പറയാൻ കാരണം കുറേ നാൾ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ്. അപ്പോൾ അവിടെ കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും ശല്യം, ഞങ്ങളായിരുന്ന പ്രാർത്ഥനാ കേന്ദ്രത്തിൽ തന്നെ ഏകദേശം 9 പ്രാവശ്യമാണ് കള്ളന്മാർ കയറിയത്. എല്ലാ സാധനങ്ങളും അവരെടുത്തുകൊണ്ട് പോയി. ഒരവസരത്തിൽ അധികാരികൾ തന്നെ പറഞ്ഞു, ഇനി അവിടെ പ്രത്യേകിച്ച് ഒരു മിഷനും ചെയ്യണ്ട, ഈ കള്ളന്മാരുടെ ശല്യം കാരണം. അപ്പോൾ നിങ്ങളുടെ സുരക്ഷയാണ് പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞു. പിന്നീട് അധികാരികളിങ്ങനെ ആവശ്യപ്പെട്ടതുകൊണ്ട് അങ്ങനെയും ചിന്തിക്കാനായിട്ടൊക്കെ ആരംഭിച്ചു. പക്ഷേ വീണ്ടും പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പ്രേരണ തന്നു. അങ്ങനെ ഈ പ്രാർത്ഥനാ ശുശ്രൂഷകളെല്ലാം മുന്നോട്ട് പോകുന്ന സമയം അവിടെ വരുന്ന ആൾക്കാരുടെ വീടുകളിലും കള്ളന്മാർ കയറിയതിൻ്റെ പരാതികൾ ഇങ്ങനെ കിട്ടിത്തുടങ്ങി. അപ്പോൾ ഒരിക്കൽ ബഹുമാനപ്പെട്ട മാത്യു നായിക്കമ്പറമ്പരസിനെ വിളിച്ച് ഞാനിങ്ങനെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഇവിടെ ഇങ്ങനെ കള്ളന്മാരുടെ ഭയങ്കര ശല്യമാണ്. പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ അവരുടെ വീടുകളിലും കള്ളന്മാർ കയറി അവരാകെ അസ്വസ്ഥരാണ്, ഭയപ്പെട്ടിരിക്കുകയാണ്, എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, 2-3 ദിവസം കഴിഞ്ഞ് ഒന്നുകൂടെ വിളിക്കുക, പ്രാർത്ഥിച്ചിട്ട് ഒരു മറുപടി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഒരു നേരം ഉപവസിച്ചൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു നേരം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. 2-3 ദിവസം കഴിഞ്ഞ് അച്ഛനെ വിളിച്ചു. അപ്പോൾ അച്ഛൻ പറയുകയാണ്, ഞങ്ങളിത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം പറയുന്നത്, നിങ്ങൾ ദൈവതിരുമുമ്പിൽ വിളിച്ചപേക്ഷിക്കുക. നിങ്ങൾ മാത്രം പോരാ, ആ വരുന്ന ജനത്തോടും ഇങ്ങനെ വിളിച്ചപേക്ഷിക്കാൻ പറയുക, അവരെ പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുക. എൻ്റെ അച്ഛൻ പറഞ്ഞു, കള്ളന്മാരെ ഈ കൊലയ്ക്കും കളവിനുമൊക്കെ പ്രേരിപ്പിക്കുന്നത് ദുഷ്ടാരൂപിയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, ഈ കള്ളന്മാർ അവരുടെ എണ്ണം പറയുക, ഏകദേശം ഒരു 50,000 കള്ളന്മാരെയും അവരുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളെയും കർത്താവെ അവിടുത്തെ തിരുരക്തത്തിൽ കഴുകണമേ, പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ, അവരെ യേശുവിൻ്റെ പ്രേക്ഷിതരാക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ജനത്തെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയും ചെയ്യുക. അങ്ങനെ ആരാധനയിലും പ്രാർത്ഥനയുടെ സമയത്തും ഒരു വിളിച്ചപേക്ഷ നടത്തുക, ദൈവം അത്ഭുതം പ്രവർത്തിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അച്ഛനത് പറഞ്ഞു തന്നുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിച്ചു. ആൾക്കാരെ അത് പഠിപ്പിച്ചു. അങ്ങനെ വിളിച്ചപേക്ഷിച്ച് ഒരു പ്രാർത്ഥന നടത്തി. ഞാൻ ഓർക്കുകയാണ്, ഏകദേശം ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ ഇങ്ങനൊരു സംഭവം പോലും പിന്നെ ആരും വന്ന് പരാതി പറഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ തിരുവചനം നമുക്ക് പറഞ്ഞു തരികയാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 56-ാം അധ്യായം 9-ാം തിരുവചനം, ഞാനങ്ങയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ ശത്രുക്കൾ പിന്തിരിയും, ദൈവം എൻ്റെ പക്ഷത്താണെന്ന് ഞാൻ അറിയുന്നു. ഞാനങ്ങയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ ശത്രുക്കൾ പിന്തിരിയും, ദൈവം എൻ്റെ പക്ഷത്താണെന്ന് ഞാൻ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ നോക്കിക്കേ, നമ്മളിന്ന് കേട്ട ആ വചനഭാഗത്തിൽ, പുതിയ നിയമത്തിലെ സുവിശേഷ ഭാഗത്തിൽ, ആ അന്ധനായ മനുഷ്യൻ ദൈവം ആണ് കടന്നു പോകുന്നത്, യേശു കടന്നു പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുകയാണ്. എന്നാൽ ഈശോയുടെ മുമ്പേ പോയിരുന്നവർ അവനെ ശകാരിച്ചുകൊണ്ട് പറഞ്ഞു, നിശബ്ദനായിരിക്കുക, മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞ് അവനെ ശാസിച്ചെങ്കിലും യേശുവാണ് കടന്നു പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവൻ കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, യേശുവേ, ദാവീദിൻ്റെ പുത്ര, പാപിയായ എന്നിൽ കനിയണമേ. അങ്ങനെ നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ മനുഷ്യൻ്റെ മുമ്പിലേക്ക് ഇതാ ഈശോ സൗഖ്യമായിട്ട് കടന്നു ചെല്ലുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിളിച്ചപേക്ഷിച്ചുള്ള പ്രാർത്ഥനയിലേക്ക് ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെല്ലാം ഒരു മനസ്സോടെ ദൈവത്തിരുമുമ്പിൽ നമ്മൾ ഏറ്റുപറയുമ്പോൾ, വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ രീതിയിൽ ദൈവം ആ കുടുംബത്തിൽ ഇടപെടും. നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ മുമ്പിൽ ദൈവം അത്ഭുതകരമായിട്ട് ഇടപെടും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഞാനൊരു വിൻസെൻഷൻ സഭയിൽപ്പെട്ട വൈദികനാണ്. ഞാൻ എൻ്റെ ജീവിതത്തിലൊരു അനുഭവം നിങ്ങളോട് പങ്കുവയ്ക്കാം. ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായൊരു അനുഭവമാണ്. പോട്ട ആശ്രമത്തിൽ നിന്നും പോപ്പുലർ മിഷൻ ധ്യാനം നടത്തുന്ന വൈദികരുടെ ഒരു കൂട്ടായ്മയുണ്ടായിരുന്നു. അങ്ങനെ ആ കൂട്ടായ്മയ്ക്ക് പോയി. ആ കൂട്ടായ്മയെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരു ദിവസത്തെ ഔട്ടിങ്ങിനായിട്ട് പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ പുറത്തേക്ക് പോയി ഒരു പുഴത്തീരത്ത് പോയി ആ പുഴയിൽ ഇറങ്ങിയപ്പോൾ ഞാൻ ഓർക്കുകയാണ്, കാല് വഴുതി ആ പുഴയിൽ വീണ് ഒഴുകിപ്പോയ ഒരു സംഭവം. അങ്ങനെ പുഴയിലൂടെ ഒഴുകിപ്പോകുന്ന സമയത്ത്, ആരും സഹായിക്കാനില്ലാതെ പോകുന്ന സമയത്ത് ഈശോയുടെ നാമം വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ജീവിതത്തിൽ ഒരിക്കൽ പോലും അങ്ങനെ
ഉച്ചത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല. അങ്ങനെ ആ പുഴയിലൂടെ ഒഴുകിപ്പോയ സമയത്ത് യേശുവേ എന്നിൽ കനിയണമേ, എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ച് ഓർക്കുകയാണ്. അങ്ങനെ നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു പാറയിൽ ഈ വെള്ളം കയറ്റി കിടത്തി, അല്ലെ പാറയിൽ അങ്ങനെ ഇരിക്കുവാൻ ദൈവം ഇടയാക്കി. അങ്ങനെ പിന്നീട് മറ്റുള്ളവർ വന്ന് ഒരു കയറൊക്കെ ഇട്ട് തന്ന് ആ പുഴയിൽ നിന്നും വലിച്ച് കയറ്റിയത് ഞാൻ ഓർക്കുകയാണ്. ദൈവത്തെ ഹൃദയം പൊട്ടി നിലവിളിച്ച് പ്രാർത്ഥിച്ച സമയത്ത് ഇത് അത്ഭുതകരമായിട്ട് ദൈവം സഹായിച്ചതും രക്ഷിച്ചതും ഞാൻ ഓർക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ലവനായ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഹൃദയം പൊട്ടി വിളിക്കുമ്പോൾ അവിടുന്ന് കടന്നു വരും, നമ്മളെ അവിടുന്ന് അനുഗ്രഹിക്കും, നമ്മളെ അവിടുന്ന് ആശ്വസിപ്പിക്കും. നമ്മുടെ ദൈവം നമ്മുടെ നിലവിളി കേൾക്കുന്നവനാണ്. ബഹുമാനപ്പെട്ട ബെന്നി പുന്നത്ര സാറിൻ്റെ ഒരു പുസ്തകം തന്നെയുണ്ട്, നിലവിളി കേൾക്കുന്ന ദൈവം. നിലവിളി കേൾക്കുന്ന ദൈവം, നമ്മുടെ ദൈവം നമ്മുടെ ഹൃദയവികാരങ്ങൾ അറിയുന്നവനാണ്. ഹൃദയം തകർന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ മുമ്പിൽ അവിടുന്ന് ഇറങ്ങി വരികയും ആശ്വസിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. നമ്മുടെ വേദനകളിൽ, നമ്മുടെ ദുഃഖങ്ങളിൽ ഇറങ്ങി വന്ന് അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടേത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പഴയ നിയമത്തിൽ സാമുവേലിൻ്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം 9 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ഹന്നായുടെ പ്രാർത്ഥന. പെനീനായുടെ കുത്തുവാക്കുകളെല്ലാം കേട്ട് ദേവാലയത്തിൽ വന്ന് ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കുന്ന ഹന്ന. വചനത്തിൽ പറയുകയാണ്, 10-ാം തിരുവചനം, 1 സാമുവേൽ 1:10. അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. അവൾ ഒരു നേർച്ച നേർന്നു, സൈന്യങ്ങളുടെ കർത്താവേ, ഈ ദാസിയുടെ സങ്കടം കണ്ട് അങ്ങ് എന്നെ അനുസ്മരിക്കണമേ. അങ്ങയുടെ ദാസിയെ വിസ്മരിക്കരുതേ. എനിക്കൊരു പുത്രനെ നൽകിയാൽ അവൻ്റെ ജീവിതകാലം മുഴുവൻ അവനെ ഞാൻ അങ്ങേക്ക് പ്രതിഷ്ഠിക്കും. അവൻ്റെ ശിരസിൽ ക്ഷൗരക്കത്തി സ്പർശിക്കുകയില്ല. ഹന്ന ഹൃദയം പൊട്ടി ദൈവസന്നിധിയിൽ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുകയാണ്. അവൾക്ക് കുഞ്ഞുങ്ങളില്ല. ഹന്നയുടെ പ്രാർത്ഥന കണ്ട ഏലി എന്ന പുരോഹിതൻ അവൾ മദ്യപിച്ച് ഉന്മത്തയാണെന്ന് വിചാരിച്ചു. എന്നിട്ട് അവളോട് ചോദിക്കുകയാണ്, എത്ര നേരം നീ ഉന്മത്തയായിരിക്കും? നിൻ്റെ ലഹരി അവസാനിപ്പിക്കുക. ഹന്ന പ്രതിവചിച്ചു. 15-ാമത്തെ തിരുവചനം, എൻ്റെ ഗുരോ, അങ്ങനെയല്ല, വളരെയേറെ മനോവേദന അനുഭവിക്കുന്നവളാണ് ഞാൻ. വീഞ്ഞോ ലഹരി പാനീയമോ ഞാൻ കഴിച്ചിട്ടില്ല. കർത്താവിൻ്റെ മുമ്പിൽ എൻ്റെ ഹൃദയവികാരങ്ങൾ ഞാൻ പകരുകയായിരുന്നു. ഈ ദാസിയെ അധപതിച്ച ഒരുവളായി വിചാരിക്കരുതേ. അത്യധികമായ ആകുലതയും അസ്വസ്ഥതയും മൂലമാണ് ഞാൻ ഇതുവരെ സംസാരിച്ചത്. അപ്പോൾ ഒരുപാട് ആകുലതയും അസ്വസ്ഥതയുമായിട്ട് വന്ന ഹന്ന ദൈവസന്നിധിയിൽ ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കുകയാണ്. ആ ഹൃദയവേദനകളെല്ലാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ആ മകൾ നൽകുകയാണ്. വീണ്ടും വചനം പറയുകയാണ്, ഏലി പറഞ്ഞു, സമാധാനമായിട്ട് പോവുക, ഇസ്രായേലിൻ്റെ ദൈവം നിൻ്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ. ഹൃദയം നൊന്ത് പ്രാർത്ഥിച്ച ഹന്നായോട് പുരോഹിതനായ ഏലി പറഞ്ഞു, സമാധാനത്തോടെ പോവുക, ഇസ്രായേലിൻ്റെ ദൈവം നിൻ്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ. അവൾ പ്രതിവചിച്ചു, ഈ ദാസിക്ക് അങ്ങയുടെ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ. അനന്തരം അവൾ പോയി ഭക്ഷണം കഴിച്ചു. പിന്നീട് ഒരിക്കലും അവളുടെ മുഖം മ്ലാനമായിട്ടില്ല. വീണ്ടും നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്, അടുത്ത വസന്തത്തിൽ അവർ ഒരു കുഞ്ഞിനെയുമായിട്ട് ദേവാലയത്തിലേക്ക് വരുന്നത്. എന്നിട്ട് ഞാൻ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സാമുവേൽ എന്ന് ആ കുഞ്ഞിന് പേരിട്ടു. അവന് ദൈവ ശുശ്രൂഷയ്ക്കായിട്ട് സമർപ്പിക്കുന്നത് നമ്മൾ തിരുവചനത്തിൽ കാണുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ വേദന മൂലം ഹൃദയം നൊന്ത് കരഞ്ഞ ഹന്നായെ ദൈവം അനുഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഹൃദയം നൊന്ത് കരയുന്ന ഒരു വ്യക്തിയുടെ അടുത്തേക്ക് ദൈവം കടന്നു വരും. ദൈവം ആ വ്യക്തിയെ അനുഗ്രഹിക്കും. ഞാനൊരു സംഭവം ഓർക്കുകയാണ്. കെനിയയിലെ പ്രാർത്ഥനാ കേന്ദ്രത്തിൽ നടന്നൊരു സംഭവമാണ്. അവിടെ ഒരു ധ്യാനത്തിൽ സംബന്ധിക്കുവാനായിട്ട് കെനിയക്കാരിയായ ഒരു സ്ത്രീ മാനസിക രോഗമുള്ള ഒരു മകനെയായിട്ട് വന്നു. നമുക്കറിയാം, സാധാരണയായിട്ട് മാനസിക രോഗമുള്ളവരെ ധ്യാനത്തിൽ പങ്കെടുപ്പിക്കാറില്ല. ഈ മാനസിക രോഗമുള്ള കുട്ടിയുമായിട്ട് വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പ്രേക്ഷിതർ ആ സഹോദരിയെ പിന്തിരിപ്പിക്കുകയും ധ്യാനത്തിൽ കൂടുവാനായിട്ട് അനുവദിക്കാതിരിക്കുകയും ചെയ്തു. അതിൽ ഹൃദയം നൊന്ത ഈ അമ്മ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവിടെയുള്ള ഗ്രോട്ടോയുടെ മുമ്പിൽ,
മാതാവിൻ്റെ ഗ്രോട്ടോയുടെ മുമ്പിൽ ഒരു കല്ലിൽ ഈ കുഞ്ഞിനെ കിടത്തി. എന്നിട്ട് ഹൃദയം പൊട്ടി ഒരു നിലവിളിക്കുകയാണ്, ദേവാലയത്തിൽ പോലും എന്നെ അനുവദിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ മകൾ പൊട്ടിക്കരയുകയാണ് മാതാവിൻ്റെ മുമ്പിൽ. അങ്ങനെ കുറേ സമയം ആ സഹോദരി അവിടെ കരഞ്ഞു. വൈകുന്നേരമായപ്പോൾ ആ സഹോദരി കുഞ്ഞിനെയുമായിട്ട് വീട്ടിലേക്ക് പോയി. ഏതായാലും ഈ ധ്യാന ശുശ്രൂഷകളെല്ലാം അവസാനിച്ച് അവസാനം സാക്ഷ്യം പറയുന്ന സമയമായപ്പോൾ ഇതാ ഈ സഹോദരി മാനസിക രോഗമുണ്ടായിരുന്ന ആ കുഞ്ഞിനെയുമായിട്ട് ഒരു സാക്ഷ്യം പറയാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ്. അവർ ധ്യാനത്തിലൊന്നും സംബന്ധിച്ചില്ല, പക്ഷേ അവർ പറഞ്ഞ സാക്ഷ്യം ഇതായിരുന്നു, എനിക്ക് ഈ ഒരു ധ്യാന ശുശ്രൂഷയിൽ കൂടാനായിട്ട് സാധിച്ചില്ല, എന്നാൽ ഈ കുഞ്ഞിനെ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ കിടത്തി ഞാൻ ഹൃദയം പൊട്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് ആ സഹോദരി പറയുകയാണ്, അന്ന് വൈകുന്നേരം മുതൽ ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റമുണ്ടായി എന്ന്. എപ്പോഴും കരഞ്ഞ് നിലവിളിക്കുന്ന ഈ കുട്ടി, എങ്ങും ഇരിക്കാതെ ഓടി നടക്കുന്ന ഈ കൊച്ചിന് ഭയങ്കരമായ സമാധാനവും ഒരു സന്തോഷവും ഈ കുഞ്ഞിൻ്റെ മുഖത്ത് വന്നു എന്നവർ പറയുകയാണ്. പിന്നീട് അവർ പറഞ്ഞ ഇതാണ്, പിറ്റേ ദിവസം മുതൽ ശാന്തനായി ഈ കുഞ്ഞ് മാറുകയും ഭക്ഷണം കഴിക്കുകയും എല്ലാം ചെയ്തു. അതിൻ്റെ സന്തോഷത്തിൽ ആ കുഞ്ഞിനെയുമായിട്ട് വന്ന് അവർ സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ ഹൃദയം പൊട്ടി നമ്മൾ കരയുമ്പോൾ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് ഇറങ്ങി വന്ന് നമ്മുടെ ആവശ്യങ്ങളിൽ ഇടപെടും. ഒരിക്കലും നമ്മുടെ ദുഃഖങ്ങളിൽ അകന്നിരിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടേത്. അതുകൊണ്ടാണ് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത്, യഥാർത്ഥത്തിൽ നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്, നമ്മുടെ പാപങ്ങളാണ് അവൻ വഹിച്ചത്, അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നമ്മൾ സൗഖ്യം പ്രാപിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹെബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കും പോലെ നമ്മുടെ ദുഃഖങ്ങളും വേദനകളും അറിയാൻ പറ്റാത്ത ഒരു മഹാപുരോഹിതനല്ല നമുക്കുള്ളത്. അവൻ നമ്മെപ്പോലെ തന്നെ വേദനകൾ വഹിക്കുകയും ദുഃഖങ്ങൾ ഏറ്റെടുക്കുകയും പരിത്യജിക്കപ്പെടുകയും സംശയിക്കപ്പെടുകയും എല്ലാം ചെയ്തവനാണ്. അതുകൊണ്ട് നമ്മുടെ കർത്താവിന്, നമ്മുടെ ഈശോയ്ക്ക് ഒരു മനുഷ്യൻ്റെ വിഷമങ്ങളും ദുഃഖങ്ങളും അറിയുവാനുമായിട്ട് സാധിക്കും. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുവാൻ ഈശോ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. നിലവിളിച്ച് പ്രാർത്ഥിച്ചവരെല്ലാം അവിടുന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട്. അതിനാൽ നമുക്ക് ഈ നോമ്പ് കാലത്തിൽ പ്രത്യേകമായിട്ട് നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ നിലവിളിയുടെ സ്വരം നീ കേൾക്കണമേ, എൻ്റെ ദുഃഖങ്ങളിലേക്ക് അവിടുന്ന് കടന്നു വരണമേ, എൻ്റെ ഭാരങ്ങൾ നീ ഏറ്റെടുക്കണമേ. സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, നിൻ്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നമ്മളെ ഭാരപ്പെടുത്തുന്ന ചിന്തകളെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ആശ്വാസം കർത്താവിൽ നിന്നാണ്. ഈശോ തൻ്റെ അപ്പസ്വലന്മാരെ നമ്മളെല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം തിരുവചനം, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. നിങ്ങളുടെ ഹൃദയം ഒരിക്കലും അസ്വസ്ഥമാകരുത്. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. അതുകൊണ്ട് നല്ലവനായ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. ആ ദൈവത്തിരുമുമ്പിലേക്ക് നമ്മുടെ എല്ലാ ഭാരങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നല്ലവനായ ഈശോയെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും ഭാരങ്ങളും അവിടുന്ന് അറിയുന്നു എന്നതിനോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതെല്ലാം അവിടുന്ന് അറിയുന്നു. ആയതിനാൽ കർത്താവെ, അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഭാരപ്പെടുത്തുന്ന ചിന്തകളും ദുഃഖങ്ങളും എല്ലാം സമർപ്പിക്കുകയാണ്. സാമ്പത്തിക മേഖല, രോഗപീഠകൾ, കുടുംബത്തിൻ്റേതായ അസ്വസ്ഥതകളെല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. നല്ലവനായ ഈശോയെ, അങ്ങ് ഈ കാര്യങ്ങളിലേക്കെല്ലാം ഇടപെടണമേ. ഞങ്ങളുടെ നിലവിളിയുടെ സ്വരം അവിടുന്ന് കേൾക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ, മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.